വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ മീഡിയ. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ തുടർ പരാജയങ്ങളോട് 100% നീതി പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ISLന്റെ 10ാം സീസണിലെ 2ാം ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ 3ാം മത്സരത്തിലും ചെന്നൈയിൻ FC-യോട് അവരുടെ മൈതാനത്ത് എതിരില്ലാത്ത ഒരു ഗോളിന്റെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ISLന്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് നിന്നിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ തീർത്തും ദയനീയ പതനം തന്നെയാണ് 2ാം ഘട്ടത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിക്ക് പറ്റി മികച്ച താരങ്ങൾ പുറത്തായതോടുകൂടി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ മോശം പ്രകടനം കൂടിയായപ്പോൾ ഈ സീസണിലെ മുന്നോട്ടുള്ള പോക്ക് തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചെന്നൈയിൻ FC-യുമായുള്ള മത്സരത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ മികവ്. യുവതാരങ്ങളാണെങ്കിൽ പോലും കുറച്ച് മികച്ച താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനുണ്ട്. എന്നാൽ അങ്ങനെയുള്ള മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി ഒരു സ്റ്റാർട്ടിംഗ് ലൈൻ ഇടാൻ പോലും അറിയാത്ത ഇവാൻ യൂക്കോമനോവിച്ചിനെ പോലെ ഒരു പരിശീലകനെ വെച്ച് ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യാനാണ്? ശരിയാണ്, കുറച്ച് താരങ്ങൾ പരിക്ക് മൂലം പുറത്താണ്. ബട്ട് ഉള്ള താരങ്ങളെ വെച്ച് മികച്ച ഒരു സെറ്റ് പീസ് ഉണ്ടാക്കിയാൽ അതിന്റെ ആധിപത്യമെങ്കിലും കളിക്കളത്തിൽ കാണിക്കാൻ സാധിക്കില്ലേ? എന്നാൽ അതിനു പകരം ഉള്ളതിൽ ഏറ്റവും വീക്ക് സ്റ്റാർട്ടിംഗ് 11 ആയിരിക്കും ഇവാൻ പരീക്ഷിക്കുക. നിലവിൽ എതിർ ടീമിനെ പ്രസ് ചെയ്ത് കളിക്കാൻ കഴിവുള്ള ഒരു താരം പോലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇല്ല. ഈ ഒരു ബോധം പരിശീലകൻ എന്ന നിലയിൽ ഇവാൻ ഇല്ലാതെ ഇരിക്കില്ലല്ലോ. ചെന്നൈയിൻ FC-ക്കെതിരെ മുന്നേറ്റ നിരയിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറക്കിയ താരങ്ങളാണ് ഇന്നലെ വന്ന ഫെഡർ സിർണിച്ചും ഇതുവരെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറക്കാത്ത ഇഷാൻ പണ്ഡിതയും. ഇതുവരെയും ഇറക്കാത്ത കാര്യം പോട്ടെ, അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന താരമാണെങ്കിൽ കുഴപ്പമില്ല. ഇഷാൻ എങ്ങനെ കളിക്കുമെന്ന് നന്നായി അറിയാം. ആ കൂട്ടത്തിൽ ഒരു പരിചയവുമില്ലാത്ത സിർണിച്ചു കൂടി ആയാൽ മുന്നേറ്റ നിര 8 നിലയിൽ പൊട്ടുമെന്ന കാര്യം ഉറപ്പല്ലേ? 1-2 മത്സരമേ കളിച്ചുള്ളെങ്കിൽ പോലും നിഹാൽ സുധീഷിനെ പോലെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന താരങ്ങളെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇറക്കിയിരുന്നുവെങ്കിൽ ഇതിലും ബെറ്റർ റിസൾട്ട് ഉണ്ടായേനെ. ഇതുപോലെ താരങ്ങളുടെ തെറ്റായ പ്ലേസിംഗ് വേറെയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് എതിർ ടീമിൽ വേണ്ട വിധം പ്രഷർ ചെലുത്താൻ സാധിക്കാതെ പോകുന്നത്. എന്തായാലും ഈ ഒരു രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ മിക്കവാറും പ്ലേ ഓഫിൽ പോലും എത്താതെ ഈ സീസണിൽ നിന്നും പുറത്താകും. അത്രയും മോശം പ്രകടനവും അതുപോലെ തന്നെ ടീമും അത്രമാത്രം മോശം ലെവലിലേക്ക് അധംപതിച്ചിരിക്കുന്നു. ബട്ട് സ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ മികച്ച താരങ്ങൾ ഇപ്പോഴുമുണ്ട്. അവരെ പ്രോപ്പർ പരിശീലനത്തിലൂടെ പ്രോപ്പറായി കളത്തിലിറക്കാൻ സാധിച്ചാൽ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.